ഭാരതീയ വാസ്തുവിദ്യയും ചൈനീസ് വാസ്തുവിദ്യയും ഒത്തുചേരുന്നു ഫെങ് ഷുയി. നമസ്കാരം, ഫെങ് ഷുയി സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഫെങ് ഷുയി മാസ്റ്റർ ഡോക്ടർ ഷാജി കെ നായരാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സർ, ഇന്ന് നമുക്ക് നമ്മുടെ വീടുകളിൽ ലാൻഡ്സ്കേപ്പിങ്ങിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? വീട്ടിൻ്റെ പുറത്ത് എവിടെയൊക്കെ എങ്ങനെ നമുക്ക് ഗാർഡനിങ് എങ്ങനെ ചെയ്യാം? ഈ ഗാർഡൻ നമുക്ക് ഫെങ് ഷുയിൽ ഏറ്റവും ഫെങ് ഷുയിൽ എല്ലാ കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും ശരിക്കും ലാൻഡ്സ്കേപ്പിംഗ് അതിന് സെപ്പറേറ്റ് ഫെങ് ഷുയി തന്നെ ഉണ്ട്. നമ്മളൊരു വീട് ചെയ്യുമ്പോൾ വീട്ടിൽ എങ്ങനെയായിരിക്കണം വീടിൻ്റെ ചുറ്റുമുള്ള അതെങ്ങനെ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ചെടികൾ നടാം, ഏതൊക്കെ നട്ടുകൂടാ, അല്ലെങ്കിൽ അധികം വളരുന്ന ചെടികൾ എവിടെയൊക്കെ നടാം, ഇതൊക്കെ ഫെങ് ഷുയിൽ വ്യക്തമായിട്ടുള്ള ഇതുണ്ട്. അങ്ങനെ വിശദമായിട്ട് നമ്മൾ ആ രീതി അനുസരിച്ച് നമ്മൾ പുതിയൊരു വീട് വയ്ക്കുമ്പോൾ നമുക്ക് ആ ഫ്രണ്ടിലെ ലാൻഡ്സ്കേപ്പിംഗ് നമ്മൾ ആ രീതിയിൽ അറേഞ്ച് ചെയ്താൽ, അല്ലെങ്കിൽ പ്ലാന്റ്സൊക്കെ നമ്മൾ ആ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനർജി സർക്കുലേഷൻ, എനർജി പാസ് ചെയ്യുന്നത് വളരെ സ്മൂത്തായിട്ടും ഈസി ആയിട്ടും കിട്ടും. നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ഏറ്റവും കൂടുതലുള്ള എനർജി നമ്മുടെ വീട്ടിലോട്ട് കിട്ടും. ഓക്കെ, അപ്പം ശരിക്കും നമുക്ക് വീടിന് പല ഡയറക്ഷൻസ് ഉണ്ട്. സൗത്ത് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്, നോർത്ത് ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ കോർണറുകളിലും വീടിൻ്റെ ഡയറക്ഷൻ വരാം. അത് നമ്മൾ ഈ ലാൻഡ്സ്കേപ്പിംഗ് സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്നാണ് നോക്കേണ്ടത്. ഓരോ ഡയറക്ഷൻസിനും ഓരോ രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പം സൗത്തിലോട്ടാണ് ഡയറക്ഷനുള്ള ഒരു വീടെന്ന് വെച്ചോളൂ. ഒരു ഉദാഹരണം, സൗത്ത് ഡയറക്ഷനുള്ള ഒരു വീടാണെങ്കിൽ ഫ്രണ്ടിൽ അധികം സ്പേസ് പാടില്ല. അത് ഇന്ത്യൻ വാസ്തു അനുസരിച്ച് ഉള്ളതാണ്. സൗത്തിലും വെസ്റ്റിലും സ്പേസ് പാടില്ല എന്നുള്ള കാര്യം. അപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് നമ്മൾ ആ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ പോലും നമ്മൾ ആ രീതി അനുസരിച്ചാണ് നമ്മൾ നോക്കി ചെയ്യേണ്ടത്. അതേപോലെ തന്നെ വെസ്റ്റ് ഡയറക്ഷനിലുള്ള വീടാണെങ്കിലും അധികം നമുക്ക് ഫ്രണ്ടിൽ ഈ എന്താ പറയുക മുറ്റും കറയുന്ന ഇതുണ്ടല്ലോ, അതധികം പാടില്ല എന്നുണ്ട്. കിഴക്കിൽ നല്ല സ്പേസ് വേണം, അതേപോലെ തന്നെ വടക്ക് ഭാഗത്തും സ്പേസ് ആവാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു വീട്ടിൽ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ വീടിൻ്റെ കിഴക്ക് ഭാഗമാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇന്ത്യൻ വാസ്തു അനുസരിച്ചും കിഴക്ക് നല്ല സ്പേസ് വേണമെന്നാണ്. അപ്പോൾ അവിടെ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഇപ്പം മിക്കവാറും കിഴക്കോട്ട് ദർശനമുള്ള വീടുകളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വയ്ക്കാറുള്ളത്. കൂടുതലും കിഴക്കോട്ടാണ് വയ്ക്കാറ്. അപ്പം എപ്പോഴും അധികം ഹൈറ്റിൽ വളരാത്ത ചെടികളാണ് അവിടെ വയ്ക്കേണ്ടത്. വലിയ പൊക്കമുള്ള മറ്റെന്താ പറയുക പ്ലാവ് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് വളരുന്നതിനനുസരിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കോളും. ഇത് അധികം ഹൈറ്റ് ഉണ്ടാവാതിരിക്കുന്നത്. ഇപ്പം പച്ചക്കറിത്തോട്ടം ഇതൊക്കെ നമുക്ക് വീടിൻ്റെ കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ വടക്കോ ഈ രണ്ട് സ്പേസിൽ നമുക്ക് ചെറിയൊരു തോട്ടമൊക്കെ നമുക്ക് പച്ചക്കറി തോട്ടമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ സ്പേസ് അതാണ്. അപ്പം അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. വീടിൻ്റെ ബേസ്മെൻറ്റിൽ നിന്ന് 2 മീറ്ററോ അല്ലെങ്കിൽ 3 മീറ്ററാണ് 2 മീറ്ററോ അല്ലെങ്കിൽ 3 മീറ്ററോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു മന എന്ന് പറയും. അതായത് വീടിന് ചുറ്റും ഉള്ള ഒരു കാമ്പൗണ്ട് വാളിനെയാണ് മന. വസ്തുവിൽ കംപ്ലീറ്റ് നിൽക്കുന്നത് മതിൽ വരുന്നുണ്ട്. അതല്ല, വീടിന് ചുറ്റും ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തി 2 മീറ്റർ സ്പേസ് ഉള്ളതെങ്കിൽ 2 കുറച്ച് നല്ലത്. വീടിൻ്റെ ബേസ്മെൻറ്റിൽ നിന്ന് 2 മീറ്റർ ഗ്യാപ്പിൽ ഫുള്ളൊരു റൗണ്ട് ചെയ്തൊരു മന തിരിച്ചതിന് ശേഷം അതിന് പുറത്താണ് നമ്മളിത് ചെയ്യേണ്ടത്. കാരണം എപ്പോഴും വീടിൻ്റെ ആ ഭാഗങ്ങൾ കംപ്ലീറ്റ് എപ്പോഴും ക്ലീനായിരിക്കണം. ആദ്യം ഈ എന്താ പറയുക പുല്ലോ കാര്യങ്ങളൊന്നും വളരാതെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലതാണ്. കാരണം വീടിന് ചുറ്റും ആൾക്കാർക്ക് നടക്കുവാനുള്ള സ്പേസ് വേണം എന്നാണ് വാസ്തുവിൽ പറയുന്നത് പോലെ നമ്മൾ ഒരു വീട് വയ്ക്കുമ്പോൾ വീടിന് ചുറ്റും നമുക്ക് നടക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പം ഒരു പക്ഷേ നമുക്ക് ഈ എന്താ പറയുക വലിയ മരങ്ങളാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇപ്പം പുതിയൊരു മരങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളൊരു വീട് വയ്ക്കുന്നതെന്ന് വെച്ചോളൂ. എല്ലാം ക്ലിയർ ചെയ്ത് ഒരു പ്ലോട്ട് വാങ്ങി അതിലൊരു വീട് വയ്ക്കുകയാണ്. അതിലെനിക്ക് കുറച്ച് മരങ്ങൾ നടണം എന്നുണ്ടെങ്കിൽ അധികം വളരുന്ന ടൈപ്പ് മരങ്ങൾ, അതായത് പ്ലാവോ അല്ലെങ്കിൽ മാവ് ഇങ്ങനെയുള്ളതൊക്കെ നല്ല ഹൈറ്റിൽ വളരുന്ന ടൈപ്പ് മരങ്ങളൊക്കെ നമ്മൾ എപ്പോഴും വയ്ക്കേണ്ടത് വീട്ടിൻ്റെ വെസ്റ്റ് സൈഡിൽ പടിഞ്ഞാറ് ഭാഗത്താണ് നല്ലത്. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്താണ് നടുമ്പോൾ എപ്പോഴും വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഹൈറ്റുള്ള ഭൂമി വരണമെന്നൊക്കെ പറയാറുണ്ട്. ഒരു പക്ഷേ അവിടെ എന്തിനാ ഹൈറ്റുള്ളതെന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അസ്തമയ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം ലൈറ്റ് അതിന് ചൂട് കൂടുതലാണ്. നമ്മളെ വീട്ടിലധികം കിട്ടാതിരിക്കുവാനാണ് പടിഞ്ഞാറ് ഭാഗം ഹൈറ്റ് വേണമെന്ന് പറയാറ്. അപ്പോൾ അവിടെ ഇതേപോലെ വലിയ മരങ്ങളൊക്കെ നട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് നല്ലൊരു തണൽ നമ്മുടെ വീട്ടിലോട്ട് കിട്ടും. അതേപോലെ തന്നെ കിഴക്ക് ഭാഗം
ഉദയസൂര്യൻ്റെ പ്രകാശം അല്ലെങ്കിൽ ആ ഒരു എനർജി നമ്മുടെ വീട്ടിലോട്ട് കൂടുതലായിട്ട് കടന്നു വരുവാൻ വേണ്ടിയാണ് അവിടെ അധികം ഹൈറ്റുള്ള ചെടികളൊന്നും നട്ടുപിടിപ്പിക്കരുത് എന്ന് പറയാനുള്ള മെയിൻ കാരണം. ഉദിച്ചു വരുമ്പോൾ ആ ലൈറ്റ്, ആ പ്രകാശം കൃത്യമായിട്ട് നമ്മുടെ വീട്ടിനകത്ത് കിട്ടാൻ വേണ്ടിയാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ തെക്ക് ഭാഗത്തും നമുക്ക് വലിയ വലിയ മരങ്ങളൊക്കെ നമുക്ക് വയ്ക്കാം. വടക്ക് ഭാഗത്തും ഈ കിഴക്കിനെ അപേക്ഷിച്ച് അല്പം കൂടെ ഹൈറ്റിൽ വളർന്ന, കാരണം വലിയ വലിയ വാഴയോ കാര്യങ്ങളോ ഒക്കെ നമ്മൾക്ക് സെറ്റ് ചെയ്യുമ്പോൾ വീടിൻ്റെ വടക്ക് ഭാഗം കുറച്ചും കൂടെ ഒരു നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതി അനുസരിച്ച് നമ്മൾ ആ വീടിന് ചുറ്റും ഇപ്പോഴുള്ള ആൾക്കാർക്കൊക്കെ വസ്തു വാങ്ങിക്കുമ്പോൾ ഒരു 5 സെൻറ്റോ 10 സെൻറ്റോ വാങ്ങിച്ചിട്ട് അവർക്ക് ഈ ലാൻഡ്സ്കേപ്പിംഗ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും, കാണത്തില്ല. അപ്പം വലിയ പുറത്തോട്ട് ഇന്നലെ തന്നെ മാവേലിക്കര ചെട്ടികുളങ്ങര അമ്പലത്തിൻ്റെ അടുത്ത് ഞാനൊരു വീട് നോക്കിയായിരുന്നു. അവർക്കൊക്കെ ഒത്തിരി സ്പേസാണ്. ഏകദേശം 8-10 ഏക്കർ സ്ഥലത്തിനകത്ത് 4 വീടാണ്, ബന്ധുക്കളാണ് കംപ്ലീറ്റ്. കാമ്പൗണ്ട് വാൾ പോലും തിരിച്ചിട്ടില്ല, കാരണം മന തിരിക്കണമെന്നാണ്. അപ്പം അതുപോലും തിരിച്ചിട്ടില്ല. എന്തിനാ ഈ മനയൊക്കെ തിരിച്ചു വയ്ക്കാൻ പറയുന്നതിൻ്റെ മെയിൻ കാരണം ആ വസ്തുവിലുണ്ടാകുന്ന മറ്റു ദോഷങ്ങളൊന്നും നമ്മളെ വീടിനെ ബാധിക്കാതിരിക്കുവാനാണ് മന തിരിക്കണമെന്ന് പറയാറ്. പുതിയ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് പോലും ഒരു വീട് വയ്ക്കുന്നതിന് മുന്നോടിയായി ആദ്യം ചെയ്യേണ്ടത് പ്ലോട്ട് കാമ്പൗണ്ട് വാൾ കെട്ടിത്തിരിക്കുക എന്ന് പറയാറുണ്ട്. എപ്പോഴും പുതിയതായിട്ടൊരു വീട് വയ്ക്കുന്നു, സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത് എന്താ, വീട് വച്ച് കഴിഞ്ഞ് പാലുകാശം കഴിഞ്ഞിട്ടാണ് പിന്നെ എപ്പോഴെങ്കിലും സമയം ഉണ്ടെങ്കിൽ പ്ലോട്ട് തിരിക്കുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ശരിക്കും ഫസ്റ്റ് പ്ലോട്ട് തിരിക്കുക. പ്ലോട്ടിൽ കോമ്പൗണ്ട് വാൾ കെട്ടി കറക്റ്റ് ചെയ്ത് റെഡിയാക്കി അതിന് ശേഷമാണ് ഉള്ളിൽ പണി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം ചിലയിടത്തൊന്നും അങ്ങനെ ചെയ്തില്ല. അത് എന്തിനാ അങ്ങനെ ചെയ്യേണ്ട, കാരണം ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാവണം എന്നൊക്കെ പറയാറുണ്ട് അവർ. അപ്പം അതിനകത്ത് പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് ബാധിക്കുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ കാമ്പൗണ്ട് വാൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മന അതിനകത്തായിരിക്കും. ചിലർ ടെമ്പററി ആയിട്ട് ഷീറ്റ് വെക്കുമല്ലോ, ഒരു എന്തെങ്കിലും. അതെ, അത് ഇങ്ങനെയുള്ള ചെയ്യാം. ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നമ്മളെ വീട്ടിലോട്ട് ബാധിക്കാതിരിക്കുവാനാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 10-20 സെൻറ്റ് സ്ഥലമുണ്ടെന്ന് വെച്ചോളൂ. അതിനകത്ത് നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു 3-4 സെൻറ്റിൻ്റെ വീട് വയ്ക്കത്തുള്ളൂ. ബാക്കിയുള്ള സ്പേസിൽ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ചെടികൾ, ഏതൊക്കെ ടൈപ്പ് നമുക്ക് വൃക്ഷങ്ങൾ അവിടെ വയ്ക്കാം. ഇതാണ് ഞാനിപ്പം പറഞ്ഞത്. കിഴക്ക് ഭാഗത്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാര്യം ചെയ്താൽ ഇപ്പോൾ ഒരു വിധപ്പെട്ട തെങ്ങൊക്കെ ഇറങ്ങുന്നുണ്ട് 3 വർഷം കഴിഞ്ഞ് കായ്ക്കുന്ന തെങ്ങ്. അതൊക്കെ നമുക്ക് വളരെ ഹൈറ്റ് കുറഞ്ഞ വളരെ ഹൈറ്റ് വളരാത്ത സാധനം അതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യുന്നതിന് തെക്ക് ഭാഗവും വടക്ക് ഭാഗവും ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഫ്രണ്ടിലെപ്പോഴും ചെടികൾ. എനിക്ക് പരിചയമുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നല്ല സ്ഥലം ഉണ്ടായിരുന്നു, മുറ്റത്ത് നല്ല സ്ഥലം. അപ്പോൾ പാലപ്പൂയുടെ നല്ല മണമെന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഒരു തൈ കൊണ്ട് വച്ചിരുന്നു. പക്ഷെ വീട്ടുകാർക്ക് ആർക്കും അത് ഇഷ്ടമല്ല, അത് അങ്ങനെ വച്ചൂടാ എന്നും പറഞ്ഞിട്ട് അവസാനം അവരുടെ അടുത്ത് മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ അത് എന്തെങ്കിലും നല്ല സത്യാവസ്ഥ ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ പാല ഒക്കെ നമ്മൾ വീടിനകത്ത് വച്ച് പിടിപ്പിച്ചുകൊണ്ട് തെറ്റില്ല, വച്ച് പിടിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതിന് ആധ്യാത്മികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുർദേവതകളുടെ സാന്നിധ്യം കൂടുതൽ പാലയിൽ വരും എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് അത് ആധ്യാത്മികമായിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു സയന്റിഫിക് ആയിട്ട് നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് വളർന്നു വരുന്നൊരു വൃക്ഷമാണ് പാല, അല്ലേ? നമ്മളൊരു പ്ലാവ് വളർന്നു വന്നേക്കാളും വളരെ ഫാസ്റ്റായിട്ട് വളർന്നു വരും. ബലമില്ലാത്തൊരു വൃക്ഷമാണ് പാലമരം, അധികം ബലമില്ല. ഒരു വീടിനോട് ചേർന്ന് നമ്മളൊരു പാലമരം വച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ലൊരു കാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വരണമെങ്കിൽ ഇത് ഒടിഞ്ഞ് നേരെ ഇതിൻ്റെ മുകളിലോട്ട് വരും. അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട്, വീടിന് പൊങ്ങി മറ്റേ ശീമപ്ലാവ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അത് വളരാൻ പാടില്ല, മുരിങ്ങ വളരാൻ പാടില്ല, ഇതൊന്നും വളരാൻ പാടില്ല എന്ന് പറയുന്നത്. ഈ ശീമപ്ലാവ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കാഫലങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരത്തിന് താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് അത് വളർന്നു വരുന്നത്. നല്ല കാറ്റൊക്കെ ഇതൊടിഞ്ഞ് നല്ല പണ്ടൊക്കെ ഈ ഓടിട്ട വീട് അതിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ടാണ് അങ്ങനെ വരാൻ പാടില്ല. അല്ല പാല വീട്ടിൻ്റെ പരിസരത്ത് വെച്ചു എന്ന് പറഞ്ഞിട്ട് തെറ്റൊന്നുമില്ല. പക്ഷേ ഇതാണ് സയൻറ്റിഫിക് എഫക്റ്റ്, ഇതാണ്. പക്ഷെ ആധ്യാത്മികമായി പറഞ്ഞാൽ ഈ യക്ഷിയുടെ സാന്നിധ്യമൊക്കെ ഉണ്ട്. നമ്മൾ എന്താ യക്ഷി എന്നൊക്കെ ഇപ്പോഴത്തെ കാലഘട്ട ആൾക്കാർ ചോദിക്കും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള തെളിയിക്കാനുള്ള, കാരണം ഇപ്പം ജനങ്ങൾ കുറേ അങ്ങനെയുള്ള വിശ്വാസങ്ങളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പലയിടത്തും ഞാൻ പറയാറുണ്ട്, നമ്മളൊരു ഈശ്വരനെ വിശ്വസിക്കുന്നു, ഏത് രീതിയിലുള്ള ഈശ്വരനായിക്കോട്ടെ, ഒരു ഹൈ പവർ പോസിറ്റീവ് എനർജിയെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതേ രീതിയിലൊരു നെഗറ്റീവ് എനർജി ഉണ്ട്. അത് പ്രകൃതി ദത്തന്മാരുണ്ട്, അതാണ് സയൻസ് തെളിയിച്ചിട്ടുള്ളതുമാണ്. അത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പേരിലായിരിക്കും അറിയപ്പെടുന്നത് എന്ന് മാത്രമേ ഞാൻ പലയിടത്തും പറയാറുള്ളൂ. അപ്പോൾ ഇപ്പോഴും ചെയ്യുന്നത്
ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം. വീടിൻ്റെ ആ ചുറ്റും എപ്പോഴും നല്ല എനർജി സർക്കുലേഷൻ, എയർ സർക്കുലേഷൻ വരണം. പിന്നെ ചെടികൾ വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചെടികളെന്ന് പറയുമ്പോൾ ഈ ബോൺസായി മറ്റേ ഇതുണ്ടല്ലോ, അങ്ങനെയുള്ള ചെടികളൊന്നും നമ്മൾ വീട്ടിൽ വയ്ക്കാൻ പാടില്ല. കാരണം ചെടിച്ചട്ടിയിൽ വലിയ വർഷങ്ങൾ പഴക്കമുള്ള ആൽമരമൊക്കെ കൊണ്ട് ചെടിച്ചട്ടിയിൽ നട്ടു വയ്ക്കാറുണ്ട്. അത് അതിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതിൻ്റെ ഒരു ഇത് വരുമ്പോൾ നമ്മുടെയും വളർച്ച അതേപോലെ മുരടിച്ചു പോയുള്ള അവസ്ഥ എന്തായിരിക്കും? ആ ഒരു ഇതാണ് നമ്മൾ അത് ബോൺസായി വീട്ടിൽ ഉപയോഗിക്കില്ല. യൂഫോബിയ എന്ന് പറഞ്ഞ പുതിയൊരു ചെടിയുണ്ടല്ലോ, ഇപ്പം ഇടയ്ക്ക് ഭയങ്കര രീതിയിൽ എല്ലടമായി, പിന്നെ ക്യാൻസറൊക്കെ വരുമെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ അടുത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനത്തെ ചെടികളും വയ്ക്കാൻ പോലെ. എന്തായാലും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയും, നമ്മുടെ സമയം അതിന് അനുവദിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട് പറയാം. എന്തായാലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് നോട്ട് ചെയ്തിട്ട് വിളിക്കുക. വിശദമായിട്ട് നോക്കിയിട്ട് മറുപടി പറഞ്ഞു തരാം. നമസ്കാരം.